സൂര്യ, മര്യാദയ്ക്കാ ഞാൻ പറയുന്നേ, എൻ്റെ അടുത്തോട്ട് വരരുത്. വന്ന സത്യമായിട്ടും കടിക്കും, ഇനിയും കടിക്കും. ഓഹോ, എന്നാ നീ ഒന്ന് കടിക്കടി, നീ ഒന്നും കൂടി ഒന്ന് കടിച്ചേ. അപ്പോ കാണിച്ചു തരാം എനിക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന്. சுற்றுமுற்றும் பார்த்து விட்டு சிரிக்க தோணுது, சத்தம் போட்டு குதிக்க தோணுது, சற்று முன்பு கேட்ட பாடல் பாட தோணுது, இன்று ஆட தோணுது. குரு கண்ணாலே காதலை சொன்னாலே, சிறு சிறு சொல்லாலே சிறகுகள் தந்தாலே. குரு கண்டாலே காதலை சொன்னாலே, சிறு சிறு சிறகுகள் தந்தாலே. നീ ഈ ഗുണ്ടായിസൊന്നും കാണിക്കണ്ട. നിന്റെ അടുത്ത് വരുന്ന ഏതിനെങ്കിലും നീ ഇങ്ങനെ നിന്നൊന്ന് നോക്കിയാ മതി. ബോധമില്ലാത്തവർ വരെ ബോധം കെട്ടി വീഴും. അമ്മാതിരി നോട്ടവാ. പക്ഷേ എന്നെ പോലുള്ള ആരെങ്കിലും ആണെങ്കിൽ ഈ നോട്ടം കണ്ട സത്യം പറയാലോ, കടിച്ചു തിന്നാൻ തോന്നും നിന്നെ. എവിടെ നടി നിനക്ക് ഈ കണ്ണും ചൂണ്ടൊക്കെ കിട്ടിയ പുല്ല്. നീ ഇതെന്തൊക്കെയാ പറയുന്നത് സൂര്യ? നിനക്ക് വല്ല ബോധമുണ്ടോ? നീ പറയുന്നത് കാണിക്കുന്നത് എന്താണ്? നീ മര്യാദയ്ക്ക് വീട്ടിൽ പോ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, ഇതുപോലെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണെങ്കിൽ നീ വരരുതെന്ന്. എനിക്ക് നിന്നെ കാണണ്ടാന്ന്, എനിക്ക് നിന്നെ കാണുന്ന ഇഷ്ടമല്ലാന്ന്. അതെന്താ നിനക്ക് പറഞ്ഞ മനസ്സിലാകാത്തെ? നീ കാണണ്ടെന്ന് പറഞ്ഞ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നുണ്ട നിനക്ക് മനസ്സിലാവത്തെ? ശരിയാ, ഞാനെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുന്നതാ. അവിടെ ഞാൻ നിന്റെ ഫീലിങ്സ് പോലും നോക്കിയില്ല. പക്ഷേ നീ എന്നെ ഒന്ന് മനസ്സിലാക്കടി. എനിക്ക് നിന്നെ വേണം സത്യായിട്ടും. ഇതൊരു വാശിയുടെ പുറത്തും ചെയ്യുന്നതല്ല. ഒന്ന് സമ്മതിക്കടി, ഞാൻ നിന്റെ പൊന്നു പോലെ നോക്കിക്കോളാം. പ്ലീസ്. அவளுக்கு கொடுத்த இதயத்திலே உன்னை வைத்து பார்க்க സൂര്യ, നീ പോ. ഇതിനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ കാണിച്ചാലും സമ്മതിക്കില്ല. എനിക്ക് നിന്റെ കൂടെ ഒത്തുപോകാൻ പറ്റില്ല. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഇനി കാണുമല്ല. പോ സൂര്യ, ഇനി ഇതിനെ പറ്റി നമ്മൾ സംസാരിക്കണ്ട. അത് ഇതിലും വലിയ പ്രശ്നങ്ങളിലേ തീരൂ. നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്, നിനക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ കണ്ണി നോക്കി പറയും നീ. അതെന്തേ എൻ്റെ കണ്ണി നോക്കി പറയാൻ നിനക്ക് ഇത്ര മടി? നീ എന്താ ആരും കാണാതെ താരം ഒളിപ്പിച്ചിട്ട് ആരും കാണില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ആരും കാണാതെ അത് ഇപ്പോഴും നീ ഒളിപ്പിച്ചിട്ടോടെ നടക്കുന്നേ? അതിനെന്താ ഉത്തരയില്ലേ നിനക്ക്? അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് നിന്റെ കൂടെ ഒത്തു പോകാൻ പറ്റില്ല. ഓ സൂര്യ, ഇനി ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ വയ്യ. ഓഹോ, മര്യാദയ്ക്ക് സംസാരിക്കുമ്പോൾ അവക്ക് ജാട. ഇവളെന്റെ സ്വഭാവം ചീത്തയാക്കിയേ അടങ്ങും. എന്നാലേ നീ ഒന്നും പറയണ്ട. എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുമ്പോ തിരിച്ചു പോകും. അതിപ്പോ നീ പറഞ്ഞ സമയത്ത് പോവാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ ഇവിടെ വന്നേക്കുന്നു.
ആ, അയ്യോ ഫസ്റ്റ് നൈറ്റ് കൂടാൻ പറ്റിയ നല്ല അടിപൊളി മുറി. ആ, ആ, നല്ല പനിമത്ത പോലത്തെ ബെഡ്. ഓ, ഇന്ന് എനിക്ക് സുഖിക്കണം. അല്ല, എന്റെ പൊണ്ടാട്ടി എന്താ അവിടെ നിൽക്കുന്നേ? വാ ഇരിക്ക്, നമുക്കിന്ന് ഫസ്റ്റ് നൈറ്റ് ഒക്കെ കൂടി നല്ല സന്തോഷമായിട്ട് പിരിയാം. സൂര്യ, ഡേ, ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല. മര്യാദയ്ക്ക് മാറിക്ക എന്റെ ബെഡിന്ന്. എനിക്ക് എനിക്ക് തരിച്ചു വരുന്നുണ്ട്. നിനക്ക് എന്ത് എന്ന് പറഞ്ഞാലും തനിക്കത്ര കയറാത്തത്. ഇവിടെ കൊണ്ടാ പറയുന്നതൊക്കെ കേൾക്കുന്നത്. ഹ, നീ ഇങ്ങനെ ഇരുന്ന് പിടയ്ക്കാതടി. വേറെ ആരും അല്ലല്ലോ നിന്റെ ബെഡിൽ കിടക്കുന്നേ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഉങ്ങളെ പുരുഷൻ, അതായത് നിന്റെ ഭർത്താവായ ഞാനല്ലേ കിടക്കുന്നത്. ആ, സ്നേഹമുള്ള ഭാര്യമാരായ ഭർത്താവ് കിടക്കുമ്പോ സ്നേഹത്തോടെ വന്ന് കിടക്കും. ഇതൊരു മാതിരി ഛേ. സൂര്യ, മര്യാദയ്ക്ക് നീ എണീച്ച് പോയേ. സത്യമായിട്ട് ഞാൻ പോലീസിനെ വിളിക്കും. നിനക്കെതിരെ കേസ് എടുക്കും. വീട്ടിൽ അതിക്രമിച്ച് കയറി കിടക്കുന്നെന്നും പറഞ്ഞ. എണീക്ക് സൂര്യ. ഇത് തന്നെയല്ലേ നീ ഇന്നലെയും പറഞ്ഞത്. ഇടയ്ക്കൊക്കെ കുറച്ച് ഡയലോഗൊക്കെ മാറ്റി പിടിക്കാം. അയ്യ, അവളൊരു പോലീസ്. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതാ, വെറുതെ പോലീസുകാരുടെയും നിന്റെ പപ്പയുടെയും പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ വരരുതെന്ന്. എന്താ നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇന്നിവിടെ കിടക്കും. ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചിട്ടേ ഞാൻ പോകൂ. ഓഹോ, അപ്പോ നീ രണ്ടും കൽപ്പിച്ചാ വന്നത്. എനിക്ക് ഒരു സമാധാനം തരില്ലെന്ന് നീ കച്ച കെട്ടി ഇറങ്ങിയിരിക്കാം. ആയിക്കോട്ടെ, നീ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് അനുഭവിക്ക്. ഈ വീട്ടില് ഇത് മാത്രമല്ലേ റൂം. നിനക്ക് മൂതി വരോളം നീ ഇവിടെ കിടക്ക്. അങ്ങനെ അങ്ങ് പോകല്ലേ. ഒറ്റയ്ക്ക് ആഘോഷിക്കാനുള്ളതാണ് ഫസ്റ്റ് നൈറ്റ്. നീ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ഫസ്റ്റ് നൈറ്റ് ആടി? വിട, മര്യാദയ്ക്ക് വിട്ടിട്ട് മാറ. ഞാൻ ഇവിടെ കിടന്ന് നിലവിളിക്കും, ആളെ കൂട്ടും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാന്ന്. ആണോ? എന്നാ നീ ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ വിളിച്ചു കൂട്ടാം. ആദ്യം നമുക്ക് അച്ചുവിനെ വിളിക്കാം. അച്ചുവിൻ്റെ അടുത്ത് പറയാം ഞാനും നീയും തമ്മിലൊരു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? വേണോ? വേണ്ടെങ്കിൽ മറ്റേക്ക് ഒന്ന് കിടക്കും. നിനക്ക് തലയ്ക്കുളവാ മുഴുവട്ടം. അതെ, എനിക്ക് മുഴുവട്ട. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ ഞാൻ മുഴു ഭ്രാന്തന. അതുകൊണ്ട് അത് ഞാനങ്ങ് സമ്മതിച്ചു. ആരെയും വിളിച്ചു കൂട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ കിടന്നോളാം. പിന്നെ നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവന്തികയെ സൂര്യജിത്ത് സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അത് അവന്തികയുടെ സമ്മതം കൂടി മേടിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ആ പേരില് ഇനി പേടിക്കണ്ട. എന്താ, സമാധാനായില്ലേ? അപ്പോ നീയെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടാ വന്നത്. ഇപ്പൊ നീ ജയിച്ചു. എപ്പോഴും നിന്റെ മുമ്പിൽ ഇതുപോലെ ഞാൻ നിൽക്കുന്നു നീ വിചാരിക്കണ്ട. മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്. വേറെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോ. വേറെന്തെങ്കിലും ഉണ്ടെങ്കിലാ കൊന്നുകളയും ഞാൻ. അകലെ വെയിൽ നീന്തും തീരം, അലസം പുണരും മൺകാറ്റിൻ തോളിൽ. എടി പുല്ലേ, നിനക്കെന്താടി എന്നോട് സമ്മതിച്ചെന്റെ കൂടെ ജീവിച്ചാല്? നീ ഒന്ന് സമ്മതിച്ച
ഇതുപോലെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് നിന്നെ ഞാൻ നോക്കിക്കോളാം. അതെവിടെന്നാ? ബുദ്ധിയുള്ളത്തിനടുത്ത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. തലയ്ക്കകത്ത് കളിമണ്ണായിട്ട് കിടക്കുന്ന ഇവളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഉറങ്ങി കിടക്കുമ്പോഴും ചന്തത്തിനൊരു കുറവും ഇല്ല. ഇവളെ വേറൊരുത്തനും കൊണ്ടുപോകല്ലേ. എന്നാ ഞാൻ പോവാം. സൂര്യ, സൂര്യ, എണീറ്റേ. സൂര്യ, ഒരു കാര്യം ചോദിക്കാനാ, നീ ഒന്ന് എണീറ്റേ. സൂര്യ. ഏട്ടത്തിയോ? എൻ്റെ പൊന്നേട്ടത്തി, കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഓഫീസിൽ പോകാൻ സമയമൊന്നും ആയില്ലല്ലോ. ഓഫീസിൽ പോകാൻ വിളിച്ചതല്ല. നീ അജുവിനെ കണ്ടോ? അവനെ റൂമിൽ വിളിക്കാൻ പോയപ്പോൾ അവൻ റൂമിലില്ല. നിങ്ങൾ രണ്ടാളും കൂടി ഇന്നലെ എങ്ങോട്ടാ പോയത്? തിരിച്ചു വന്നപ്പോൾ നീ മാത്രം ഉണ്ടായിരുന്നോളോ? അജു എന്തേ? അവനായിരുന്നു. അവൻ ഇവിടെ എവിടെ? അയ്യോ അയ്യോ, എൻ്റെ ചെറുക്കൻ. ദൈവമേ, ഞാൻ അവൻ്റെ കാര്യമേ വിട്ടുപോയി. ആ പൊട്ട ഇതുവരെ ഇങ്ങ് വന്നില്ലേ? ദേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ മതിൽ ചടി നമ്മൾ രണ്ട് വഴിക്ക് പോവും. മര്യാദയ്ക്ക് നേരത്തെയും കാലത്തും വന്നോളാം. ഓ തമ്പ്രാൻ പറയുന്ന പോലെ തന്നെ അടിയനുസരിച്ചോളാം. പഠിപ്പിക്കാൻ വരുന്നു നീ പൊളച്ചക്ക, എനിക്കറിയാൻ വരാൻ. അയ്യ, എന്നാ ഞാൻ പോവാ. പോക്ക് കണ്ടിട്ട് എന്തോ വലുത് വരാനുള്ള പോലെ തോന്നുന്നു. ആ തുള്ളിച്ചാടി പോയ സാധനത്തിന് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണേ. കാലും കൈയൊന്നും ഒടിച്ചേക്കരുതേ. അങ്ങനെ കാലം തല്ലി ഒടിച്ചാലും എന്നെ നീ കാത്തോളണേ. അത് ഞാൻ അകത്തോട്ട് വന്നിട്ട് നിനക്ക് വിശദീകരിച്ച് തരാം. പോരെ? അവള് വന്നേക്കുന്നു, മാറങ്ങോട്ട്. അജു, ചേച്ചിയുണ്ട് അപ്പുറത്ത്. നീ എന്താ കാണിക്കുന്നേ? ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ ചേച്ചിയെ പൂട്ടാനുള്ള ഒരു സാധനം അങ്ങോട്ട് പോയിട്ടുണ്ട്. തിരിച്ചു പൂട്ടാതിരുന്നാ മതിയായിരുന്നു. പിന്നെ ഞാനിപ്പൊ ഇത്രയും ധൃതിപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നീയാ. നീ ഒറ്റ ഒരുത്തി. ഞാനോ? ഞാൻ എന്തായിരുന്ന? നിനക്കെന്താ? ഉറങ്ങി എണീച്ചപ്പോ ഉള്ള ബോധം കൂടി പോയോ? അയ്യോ, അവക്കൊന്നും അറിയില്ലെന്നാ പോലും. ഇപ്പൊ ഒരു ഓസ്കാർ ഉണ്ടായിരുന്നെങ്കിൽ എടുത്തങ്ങ് വെച്ച് തന്നേനെ. നീ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങുമല്ലേ? നീ ചത്തിട്ട് നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാനല്ലേ ഇടി നോക്കിയത്? കാലെത്തി പിശാച്. അയ്യോ, അന്നേരം അവന്തിക ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ മിക്കവാറും ഇവളെ പാപ്പ എന്നെ തല്ലിക്കൊന്ന് കുഴിച്ച് മൂടിയേനെ. അത് നീ എങ്ങനെ അറിഞ്ഞു? ഓഹോ, ഞാൻ ചത്താലും നീ പിടിക്കപ്പെടുന്നതല്ലേ നിനക്ക് പ്രശ്നം, അല്ലാതെ ഞാൻ ചാവുന്നതിലല്ല. അത് അന്വേഷിക്കാനാണോ നീ പാതിരാത്രി കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വന്നത്? എന്നാലേ എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചാവും, ചാകാതിരിക്കും. വന്നേക്കുന്നവൻ
അമ്പടി പുളിസോ, നീ കുറെ ഒലത്തും. നീ ചാകുമ്പോ മറ്ററ്റത്ത് എന്റെ കഴുത്തും കാണും. നിന്റെ പപ്പ വെട്ടി തൊണ്ടും തുണ്ടാക്കിയിട്ടിരിക്കൂടി പോത്തെ. നീ മേലാൽ ഇതുപോലൊന്നും ചിന്തിക്കരുത്. ചിന്തിച്ചെന്ന് വല്ല അറിഞ്ഞാല നിന്റെ പേട്ടത്തന്നെ ഞാൻ തല്ലി പൊളിക്കും. ഓ എൻ്റെ അജു, നീ ഇങ്ങനെ നിന്ന് മോങ്ങാതെ. എൻ്റെ ദൈവമേ, ഏത് നേരത്താണോ എന്തോ ഈ പേടിത്തൊണ്ടൻ എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയത്. ഈ വായന കരവലതിക്ക് വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ പപ്പയുടെ തല്ല് മേടിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ തന്നെ വേണം. എത്ര ചുള്ളാമ്പിള്ളേർ എൻ്റെ പിറകെ നടന്നത്, എന്നിട്ട് ഞാൻ വേണതോ ഈ മണ്ടക്കുണാപ്പിരടുത്ത്. എന്നാലേ എനിക്കും പറയാനുണ്ടടി രണ്ട്. എന്റെ പിറകെ നല്ല കിളിയിടെ പോലത്തെ പെമ്പിളാർ നടന്നതാ. എന്നിട്ടോ എനിക്കിഷ്ടം തോന്നിയതോ ഒരു മാങ്ങാ തരിച്ചിയ. എന്നിട്ട് കഷ്ടപ്പെട്ട് പിറകെ നടന്ന് വളച്ചെടുത്തു. എന്തിന് എന്തിന് എന്തിന്? തല്ലുകൊണ്ട് ചാകാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. എന്നാലേ നമുക്കതേ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി. എന്താ പോരെ? അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ആളോട് നിനക്ക് ജീവിക്കാം. ഞാനൊരു ശല്യമായിട്ട് വരില്ല. നിനക്ക് വേണ്ടി പപ്പയുടെ കയ്യിൽ നിന്ന് അടി എരുന്ന് മേടിച്ചതും നിനക്ക് വേണ്ടി ചാകാൻ ശ്രമിച്ചതും എല്ലാം എൻ്റെ തെറ്റാ, എൻ്റെ മണ്ടത്തരാ. സമ്മതിച്ചു. നിനക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന എന്നെ ദേ കാരണം കുത്തി നോക്കി അടിക്കണം. അതിനും കൂടി വേണ്ടിയിട്ട് തന്നെയാ ഇങ്ങോട്ട് വന്നത്. നിന്റെ കാരണം അടിച്ചു പൊളിക്കാൻ. അവളെ കോപ്പില ഐഡിയ അതറിഞ്ഞപ്പോഴാണ് നീ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിലോ ഒന്നും കളഞ്ഞനെ. അവള് ചാകം ഇറങ്ങിയിരിക്കുന്നു. പിന്നെ ആദ്യ ജീവിതത്തിൽ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, ആ ആളുടെ കൂടെ തന്നെ ജീവിക്കുകയും ചെയ്യും. അതിനിപ്പോൾ 2 തല്ല് കിട്ടേണ്ടി വന്നാ ഞാൻ നിന്നങ്ങ് കൊള്ളും. അതുകൊണ്ട് മേലാൽ ഇമാതിരി പണിക്കൊന്നും പോകരുത്, പറഞ്ഞേക്കാം. നീ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിന്റെ പപ്പയെ പറ്റി ആലോചിച്ചോ. പോട്ടെ, നിന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന നിന്റെ ചേച്ചിയെ പറ്റി ആലോചിച്ചോ. അവന്തിക്ക് ചേച്ചി ഇതെന്നോട് പറയുമ്പോൾ കരയുമായിരുന്നു. നീ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയോ? അജു, സത്യാണോ? സൂര്യേട്ടൻ അവന്തിക ചേച്ചി? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഇതുപോലെയാ അന്ന് ആ സീൻ കണ്ട ഞാൻ നിന്നത്. ബോധം കെട്ടവന് ചാകാത്ത എന്തോ ഭാഗ്യം. ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങേർക്ക് തലേ ദിവസം കിട്ടിയ തല്ലിന്ന് എവിടെയോ തലക്കിട്ടാ കിട്ടിയെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി ആള് വളരെ വളരെ സീരിയസാ. അതാണല്ലോ ഇന്ന് മതില് ചാടി വരെ ചേച്ചിയെ കാണാൻ വന്നത്. എന്താണ്? സൂര്യേട്ടൻ ചേച്ചിയെ കാണാൻ മതില് ചാടി വന്നോ? ഒരു ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെയാ മാറോ കാര്യങ്ങള്? എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അജു. നീ ഇത് സത്യം തന്നെയാണോ പറയുന്നേ? എന്നാലും സൂര്യേട്ടന് ഇങ്ങനൊരു സംഭവം മനസ്സിലുണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നിനക്കെന്നല്ല, അവന്തിക ചേച്ചിക്ക് പോലും ഇപ്പോഴായിരിക്കും മനസ്സിലായത്. അങ്ങേര് കുരുട്ടുബുദ്ധിക്കാരൻ. അങ്ങേര് അവസരം നോക്കി ഇരിക്കുമായിരുന്നു. ഇപ്പൊ കറക്റ്റ് അവസരം കിട്ടി. അങ്ങേരത് നല്ല പുഷ്പം പോലെ ഉപയോഗിച്ചു. ഇനിയാണ് മോളെ വലിയ വലിയ കളികള്. നിന്റെ പപ്പ ഇതറിയുമ്പോൾ ഉള്ള റിയാക്ഷനാണ് എനിക്ക് കാണേണ്ടേ. അത് കാണാൻ എന്നെ അങ്ങേര് ജീവനോടെ വെച്ചാ മതിയായിരുന്നു. നീ ഞെട്ടിക്കഴിഞ്ഞെങ്കിലേ ദേ ഇവിടെ വന്നിരിക്ക. നമ്മൾ 2-3 ദിവസമായില്ലേ ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടാ. അല്ല, നിന്റെ മുഖം എന്താച്ചു ഇപ്പോഴും കടമ്പിൽ കുത്തിയ പോലെ ഇരിക്കുന്നേ? എങ്ങനെ ഇരിക്കാതിരിക്കും? അങ്ങനെയല്ലേ എല്ലാം നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി നിന്റെ ഓരോ കോപ്രായങ്ങൾ എനിക്കിപ്പോഴതേ തരിച്ച് വരുന്നുണ്ട് അത് ആലോചിക്കുമ്പോൾ. ആജു, നീ ഇങ്ങോട്ട് നോക്കിയേ. സോറി, ഐ എം റിയലി സോറി. ശരിക്കും നിന്നെ പാപ്പ അങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അജു.
എനിക്കത് വിഷമായെങ്കിൽ ഐ എം സോറി. എൻ്റെ സ്വീറ്റ് പംകിൻ അജു അല്ലേ? ആ ഇടി പടി. എന്തോ അടി. പോവല്ലേ അജു. You know one thing? You're my pumpkin, pumpkin. Hello, honey bunny. I am your dumpling, dumpling. Hello, honey bunny. Do 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 do. You're my pumpkin, I love you so 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 much, Aju. pumpkin. Hello, honey bunny. Feeling something, something. Hello, honey bunny, toko toko. You're my pumpkin, pumpkin. Hello, honey bunny. I'm your dumpling, dumpling. Hello, honey bunny. Feeling something, something. Hello, honey bunny, toko toko. Aju. നീയല്ലേ തുടങ്ങി വെച്ചത്, എന്നിട്ടപ്പ എന്താജു? ആഹാ എന്നും പറഞ്ഞ് ഒള്ളി കിസ്. അതിൻ്റെ കൂടുതലൊന്നും എൻ്റെ പൊന്നുമോൻ പ്രതീക്ഷിക്കണ്ട. അയ്യടാ. Battery at all. ഓ സാത്താൻ കുട്ടി, മിണ്ടാതിരുന്ന എന്നെ വിളിച്ചു വരുത്തി പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പൊ ഉള്ളി കിസ് എന്ന പാബി അടി നീ പാബി. Something, something. Hello, honey bunny. You're my pumpkin, pumpkin. Hello, honey bunny, toko toko. സൂര്യേട്ടാ. ആജു നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ തിരക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. രാവിലെ അനുശേഷം വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ നിന്റെ കാര്യം പോലും ആലോചിച്ചേ. അജു ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനല്ലേ ഈ വരുന്നേ. പോവാ, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ വന്ന എനിക്കിട്ടൊരു പണിയാണോന്നാ ഞാൻ ചിന്തിക്കുന്നേ. അയ്യോ, ഇന്ന് രാവിലെ ആ വാതിൽ അവന്തിക ചേച്ചിക്ക് പോലും കൃഷ്ണാങ്കിള് വല്ലതും തുറന്നിരുന്നെങ്കിൽ, അയ്യോ ഇന്നതേ ഇതുപോലെ നിങ്ങളെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നിങ്ങളുടെ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. എന്നെ ഒഴിച്ചോടിയത്. ഹായ് അവന്തിക ചേച്ചി, ഗുഡ് മോർണിംഗ്. അല്ല, അവന്തിക ചേച്ചി എന്താ ഇവിടെ? അത് എൻ്റെ റൂമിൻ്റെ. ഓ ആരേ രാവിലെ തന്നെ കിടന്ന് ബേളം വയ്ക്കുന്നേ? ഉറങ്ങൊന്ന് ഉറങ്ങണ്ടേ? എവിടെ കേട്ട് പരിചയമുള്ളൊരു വൃത്തികെട്ട സൗണ്ട് അല്ലേ ഇത്? എവിടെന്നാ? അത് അച്ഛല്ലേ? ഇവളെന്താ ഇവിടെ? അല്ല, നിങ്ങളെല്ലാരും എന്താ ഇവിടെ? നന്നായിട്ടുണ്ട്. അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്. നീ എന്താ ഇവിടെ? എന്നിട്ട് രാവിലെ എന്തിനും പൊട്ടം കളിക്കുന്നോ നീ? ശരിയാണല്ലോ, ഇതേതാ സ്ഥലം? ഞാനെപ്പോഴേ അയ്യോ അയ്യോ ചത്ത് 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 ചത്ത്. ഇനി ഡെഡ് ബോഡി ആയിട്ടെങ്കിലും വീട്ടിൽ എത്തിയാ മതിയായിരുന്നു. അവന്തിക ചേച്ചി, ഞാൻ അറിയാതെ ആ റോട്ടിൽ കൂടി പോയപ്പോ ഒന്ന് കേറിയതാ. ഓ ആ പട്ടി വല്ലം പിടിച്ച് കെട്ട് ചേച്ചി. എന്തൊരു മോങ്ങല. അരച്ച് കേട്ടിട്ടാണെങ്കിൽ ദേഷ്യം വരിക. ഉറങ്ങാൻ സമ്മതിക്കൂല. ഓ കുട്ടി പിശാച്, പോട്ടിന്റെ മറ്റവനടിപ്പൂലേ. അവർക്ക് മുണ്ടാതെ കിടന്ന് ഉറങ്ങിയാ പോരാ. സില്ലി ഗേൾ, ഏതാണ്ടൊക്കെ ഉറക്കപ്പിച്ച് പറയുന്നതാ, കാര്യാക്കണ്ട. എന്നാ ഞാനങ്ങോട്ട്. അയ്യോ 9 മണിയായി, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പിടിപ്പറ പണിയുള്ളതാ. എന്നാ ശരി. ഒന്ന് നിന്നേ അവിടെ. എന്തായാലും നീ കഷ്ടപ്പെട്ട് വഴിതെറ്റി വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. ഒരു ഗ്ലാസ് ഹോർലിക്സ് ഇട്ട് കലക്കി പാല് തരാം, അത് കുടിച്ചേച്ച് നീ പോയാ മതി. ഓ ഇത് എന്തുവാ? ഇത് ആജു അല്ലേ? ആജു
ആഹാ, ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് ഇതാ. ദേ, രണ്ടും കൂടി എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് നിന്ന് പൊടതരം കളിക്കരുത് കേട്ടോ. ഒരു നിമിഷം എനിക്ക് പകരം പപ്പ വല്ലതും ആയിരുന്നെങ്കിലോ, രണ്ടിന്റെ ശവനെ ഇന്ന് ഇവിടെ കുഴിച്ച് മൂടിയേനെ. അതിന് ഞാൻ സാക്ഷിയാവേണ്ടി വന്നേനെ. ആജു, നീ വെറുതെ നിന്റെ ഏട്ടനെ പോലെ ആവരുത്. അവൻ മതിൽ ചാടുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. കാരണം അവൻ പണ്ട് എങ്ങനെയാ എന്നും പറഞ്ഞ് നീയും. എനിക്ക് ആദ്യം തന്നെ തലവേദന എടുക്കാം. എന്നിട്ടും രണ്ടും കൂടി നിന്ന് പൊട്ടം കളിക്കാം. പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ രണ്ടാളോടും ഒരു കാര്യം പറയാനുണ്ട്. ദേ, ഇതോടുകൂടി ഇത് നിർത്തിക്കോണം. ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ഇതായിരിക്കില്ല എൻ്റെ പെരുമാറ്റം. മനസ്സിലായോ? എന്നാ അജു പൊയ്ക്കോ. അനുചേച്ചി ഇപ്പം തന്നെ ടെൻഷൻ അടിച്ച ഒരു വഴിയായി കാണും. പിന്നെ ഇതെൻ്റെ കാറിൻ്റെ കീയാ. നീ ഓഫീസിൽ വരുമ്പോൾ കാർ തിരിച്ചേൽപ്പിച്ചാൽ മതി. എന്നാ വൈകണ്ട, പൊയ്ക്കോ. നീ ഇങ്ങനെ നിന്ന് മോങ്ങാതെ അജു. എന്തായാലും നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കും നീ. അല്ല പിന്നെ വെറുതെ എന്നങ്ങ് കരയുക. ആ അങ്ങനെ പണാ. അപ്പൊ നിങ്ങളെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ? എനിക്കൊന്നും പറ്റാഞ്ഞാലല്ലേ നിങ്ങൾക്ക് വിഷമം? കാണിച്ചു തരാടോ, തനിക്ക് ഞാൻ കാണിച്ചു തരാം. നിനക്കെന്താടാ അജു? അതെ, നിനക്കൊന്നും പറ്റാഞ്ഞതിൽ തന്നെ എനിക്ക് പ്രശ്നം. ഇങ്ങനൊരു കഴുത. അല്ല, നീ എങ്ങനെയാ വന്നേ? അത് ചോദിച്ചപ്പോഴാ. മിസ്റ്റർ സുർജിത് വർമ്മ, ഞാനെങ്ങനെ ഇവിടെ ലാൻഡായി എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ഇത് കണ്ടോ, ഇത് അവധിക്ക് ചേച്ചിയുടെ സ്വന്തം കാറിന്റെ കീയ. എന്നോട് ഇത് പൊട്ടിച്ച് വന്നോളാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ, ഈ ഭാഗ്യം എനിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളിങ്ങനെ നടന്ന് കാല് തേയത്തേ ഉള്ളൂ, അല്ലാതെ ഒരു ലുക്കും നടക്കില്ല. എന്തൊരു ആശ്വാസം. ആജു എടാ, ഓ പോയി. കാറിന്റെ കീ എന്നല്ലേ അവൻ പറഞ്ഞേ? അപ്പോ അവ ശരിക്കും അവളുടെ കാറിലാ വന്നേ? ഓ, സമാധാനം പോയല്ലോ. അല്ല, പതിവില്ലാതെ എല്ലാരും ഉണ്ടല്ലോ. ഒരു പ്രത്യേകതയൊക്കെ ഇന്ന്. എന്താ ഏട്ടാ? ഓ, അപ്പോ എന്താന്ന് എന്റെ അനിയന് അറിയില്ല. അതും ഇനി വിശദീകരിച്ച് പറഞ്ഞു തരണമായിരിക്കും. എന്താ ഏട്ടാ? എനിക്ക് മനസ്സിലായില്ല. ഒന്നും അറിയില്ലെന്ന് പോലും. എല്ലാ തെണ്ടിത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് ഈ ഒരു പറച്ചിലുണ്ടല്ലോ, അത് നീ നിർത്തിക്കോ സൂര്യ. നിന്നോട് എത്ര പറഞ്ഞാലും എന്താ നിനക്ക് മനസ്സിലാവാത്തെ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതിന്റെ അപ്പുറം പോയാ സൂര്യ നീ അനുഭവിക്കും. ഏട്ടൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ എനിക്ക് എന്താ ഉദ്ദേശിക്കുന്നെങ്കിലും പിടികിട്ടു. എന്താ ചേച്ചി, എന്താ ഇന്നത്തെ പ്രശ്നം? സൂര്യ, അച്ഛൻ നിന്നോടൊരു കാര്യം ചോദിക്കും. അതിന് കൃത്യമായ മറുപടി നീ തരണം. നീ അവന്തികളെ കഴിച്ച് താടി കിട്ടിയോ? എന്തേ, നിനക്ക് ഉത്തരവില്ലേ? ഇപ്പം കാര്യം പിടികിട്ടിയല്ലോ. എന്നാ പറയും അതിന്റെ മറുപടി. അല്ലാതെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കരുത് എന്റെ മുമ്പില്. നീ ഇനി അവനെ നോക്കി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ പോയാലും ഇത് ഞങ്ങൾ എല്ലാരും അറിയും. എത്ര നാളെന്ന് വെച്ചാൽ നീ ഇത് ഒളിപ്പിച്ചു വെക്കാൻ പോന്നേ? നിന്നോട് പല വട്ടം വാണിംഗ് തന്നത് ഇതിനെ പറ്റിയിട്ട്.
പിന്നെയും പിന്നെയും നീ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെ പോവേണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അനിയെ എനിക്കില്ലെന്ന് ഞാനങ്ങ് കരുതും. ഏട്ടൻ എന്നെ തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. അതൊക്കെ ഏട്ടൻ്റെ ഇഷ്ടം. കേട്ടതും അറിഞ്ഞതും എല്ലാം സത്യമാ. അവളെ കഴുത്തില്ല ഞാൻ താലി കെട്ടി. അത് നിങ്ങൾ പറയുന്ന പോലെയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയോ എൻ്റെ മനസ്സിൽ വേറൊന്നും കണ്ടിട്ടല്ല. എനിക്ക് അവളെ ഇഷ്ടമാണ്. തരുകയിൽ വരങ്ങൾ മഴയാകി പോകുമോ കാതൽ സുമണ്ടവട് കനവിൽ തെരിയുതേ കാലം കരയിൽ. നിയമപരമായി അവളെ എൻ്റെ ഭാര്യയാക്കാൻ ഞാൻ തയ്യാറാ. അതിന് അവളുടെ ഒരു വാക്ക് മതി എനിക്ക്. അവിടെ എനിക്ക് വേറെ ആരെ അഭിപ്രായവും വേണ്ട. സൂര്യ, നീ പറയുന്നത് എന്തെങ്കിലും ബോധമുണ്ടോ നിനക്ക്? നീ എന്താ പറയുന്നത് എന്തെങ്കിലും അറിയോ? മര്യാദയ്ക്ക് ദേ ഇത് നിന്റെ മനസ്സിൽ ഇപ്പോഴേ പാടെടുത്ത് കളഞ്ഞോണം. ഇത് നടക്കില്ല. ഇത് നടക്കണമെങ്കിൽ നിനക്ക് നിന്റെ ജീവിതം തന്നെ കൊടുക്കേണ്ടി വരും. എനിക്ക് ആരുടെ അഭിപ്രായം കേൾക്കണമെന്നില്ല. ഇതെന്റെ ജീവിതമാണ്. അത് എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അവിടെ ആ കഴുത്ത് കിടക്കുന്ന തല ഞാനാണ് കെട്ടിയെങ്കിൽ മുൻപോട്ടും അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. അതിനാരുടെ ഉപദേശം എനിക്ക് വേണ്ട. കண்கள் காட்டும் பாதையில் வாழ்க்கை நீளுமா. സുരേട്ടാ മതി, എന്തൊക്കെയാ പറയുന്നേ? മിണ്ടരുത് നീ. ഒന്നും അളയിഞ്ഞ ഏട്ടന്റെ കൂടെ നിന്ന് ഏട്ടനിട്ട് തരുന്ന അനിയനെ വേണ്ടെന്നങ്ങ് ഞാൻ കരുതും. അതുകൊണ്ട് മര്യാദയ്ക്ക് കയറിപ്പോ നീ. പിന്നെ അവിടെ കാറിന്റെ താക്കോലും ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാരോടും കൂടിയാ അവളെ എൻ്റെ. അതിനിപ്പോ ചാവേണ്ടി വന്നാലും എനിക്കൊരു സങ്കടവും ഇല്ല. സൂര്യക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളുടെ കൂടെ ആയിരിക്കും. അവളും ഭാര്യയാവുന്നുണ്ടെങ്കിൽ അത് സൂര്യജിത്തിന്റെ മാത്രമായിരിക്കും. ഏട്ടത്തിയാണല്ലോ. ഹലോ, എന്താ ഏട്ടത്തി? അത് ഒന്നുമില്ല. നീ ഓക്കെ അല്ലേ? ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഇനി നീ കൂടുതൽ ആലോചിച്ച് സ്ട്രെസ് എടുക്കണ്ട. എന്തായാലും എല്ലാവരോടും എല്ലാം പറഞ്ഞില്ലേ? ഏട്ടത്തിക്ക് അറിയാം നിന്റെ മനസ്സിൽ നീ നല്ലത് ചിന്തിക്കുന്നുള്ളൂ എന്ന്. പിന്നെ ആജു അല്ലടാ ഇത് ഏട്ടനോട് പറഞ്ഞേ. അത് അപ്പു എന്ന് അബി എന്നെ രാവിലെ വിളിച്ചിരുന്നു. അവളുടെ പപ്പയുടെ മുഖം അത് മാത്രമേ ഇപ്പോൾ അവളുടെ മനസ്സിലുള്ളൂ. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും തിരുത്തണമെന്നും പറഞ്ഞ് അവൾ ഒത്തിരി പറഞ്ഞതുകൊണ്ടാ. നീ അതിന് അജുവിനോടോ അപ്പുവിനോടോ ഒന്നും ദേഷ്യം വെക്കരുത്. അവന് നല്ല സങ്കടമുണ്ട്. നീ ആ വഴക്ക് പറഞ്ഞതിന് ശേഷം അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഒരേ ഇരിപ്പാ. പിന്നെ അപ്പു അവളുടെ അവസ്ഥയും കൂടി നീ മനസ്സിലാക്കണം. ഏട്ടത്തി എന്താ പറയുന്നതെന്ന് സൂര്യ മോന് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാ ഞാൻ വെക്കുവാ. നീ സൂക്ഷിച്ചൊക്കെ പോണം. എന്നാ ശരി മോനെ. മിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ. അത് സൂര്യല്ലേ? ഇവരാറുമേ തന്നെ ഇങ്ങോട്ട് പോകുന്നു.
അബിയുടെ ഇവന്റിലൊന്നും പറഞ്ഞില്ലേ? ഇവിടെ എങ്ങോട്ടേ ഓടുന്നേ? ആ, അതെ നിന്നെ. പൊൻതാരജാലം ചിരിതൂകി ഓ അപ്പോ പറഞ്ഞവളനുസരിക്കില്ലെന്ന് തന്നെ. കടി അവിടെ. കൈ നിവിട. നീ എന്താ കാണിക്കുന്നേ? ദേ, ഇത് ഗുണ്ടായിസൊന്നും ഇവിടെ ഇറക്കരുത്. പുതുസ്വർഗം ചേരും ഞാൻ നിന്നോട് മര്യാദയ്ക്ക് സംസാരിക്കുന്ന പറഞ്ഞ് അത് നിനക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് നീ കരുതരുത്. വിരിയവേ ഞാനും പൂങ്കാറ്റായി മേയുന്നു. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തിനാ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണേന്ന്. അതെന്റെ നിസ്സഹായ അവസ്ഥയിൽ കണ്ട് അത് മുതലെടുക്കരുത് നീ. എനിക്കും അറിയില്ല ഞാൻ എന്തിനാ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കണേന്ന്. ഞാൻ എന്തിനാ നിന്നെ ഇങ്ങനെ സ്നേഹിക്കണേന്ന് എനിക്ക് അറിയില്ല. അത് അത്ര വല്ല തെറ്റായിട്ട് നിനക്ക് തോന്നുകയാണെങ്കിൽ നീ എന്താന്ന് വെച്ചാ ചെയ്. പക്ഷെ അതിന്റെ പേരിൽ എന്റെ വീട്ടുകാരോ ഏട്ടനെന്ന് ഇതിന്റെ ഇടയിൽ പിടിച്ചിടരുത് നീ. ഇതിനിപ്പോ എന്റെ ഏട്ടനല്ല എന്റെ മരിച്ചു പോയ അമ്മ വന്ന് പറഞ്ഞാ പോലും നിന്നെ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിന്റെ ഈ കഴുത്തി കിടക്കുന്ന താരി അഴിക്കാനോ ഞാൻ തയ്യാറല്ല. പിന്നെ നീയും എന്റെ ഏട്ടൻ കരുതുന്ന പോലെ നിന്നെ ഉപദ്രവിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതും മനസ്സിലാക്കാതെ ഇങ്ങനെ പെരുമാറുന്നത് നീയാ. സൂര്യ, നീ ഇത് പതുക്കെ പറയ്. ഇത് പബ്ലിക് പ്ലേസാ. മതി, ഇതിനെ പറ്റി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. എക്സ്ക്യൂസ് മീ മാം, എനി പ്രോബ്ലം? ഏയ് നോ, ജസ്റ്റ് എ കാഷ്വൽ ടോക്ക്. Excuse me, ma'am. May I come in? Ma'am? യെസ്, എന്താ ജെറി? അത് മാഡം ഫയല്, ഇത് സൈൻ ഇടാനുള്ള കുറച്ച് ഫയൽസാ. ജെറി, 1 മിനിറ്റ്. അത് സൂര്യ ക്യാബിൻ്റെ പുറത്തുണ്ടോ? ഇല്ല മാം, ഞാൻ നോക്കിയായിരുന്നു. സൂര്യ സാർ ഓഫീസിൽ എവിടെ ഇല്ല. എന്താ മാം, എന്തെങ്കിലും പറയാൻ? ഏയ് നോ നോ, ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഇതെന്താ ആരും കോൾ എടുക്കാതെ? എക്സ്ക്യൂസ് മീ മാം, മാം ഇതുവരെ പോയില്ലേ? ജെറി, അത് കാറില്ല, അത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഞാൻ. ഓ, വർക്ക്ഷോപ്പിലാണോ മാഡം? എന്താ മാം കേൾക്കോ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അത് ജെറി, അവളെ കൊണ്ടുപോവാനും ഡ്രോപ്പ് ആക്കാനും ഞാനുണ്ട് ഇവിടെ. അയ്യോ, സൂര്യല്ലേ, ഇവനിപ്പോ എവിടെ വന്നു? ഹായ് സാർ. ജെറി, ക്യാൻ യു പ്ലീസ് ഡ്രോപ്പ് മീ? വൈ നോട്ട് മാഡം. ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞു അവളെ ഡ്രോപ്പ് ആക്കാൻ ഞാനുണ്ടെന്ന്. അതുകൊണ്ട് ജെറി നീ പൊക്കോ, വെറുതെ ലേറ്റ് ആവണ്ട. സൂര്യൻ, നീ ഇതിനിങ്ങനെ വാശി പിടിക്കുന്നേ? എന്തായാലും നിന്റെ കൂടെ ഞാൻ വരാൻ പോകുന്നില്ല. ജെറി പ്ലീസ്, എന്നെ കൂടെ ഒന്ന് ഡ്രോപ്പ് ആക്കണം. എന്റെ കർത്താവേ, ഇതിപ്പോ ചെകുത്താൻ്റെയും കടലിൽ നടുക്കാണല്ലോ ഞാൻ. എന്തിന് ഞാൻ ചോദിച്ചു?
ഇവിടെ നിന്ന് എങ്ങനെയൊന്ന് എസ്കേപ്പ് ആവാ. കൊണ്ടുപോയില്ലെങ്കിൽ എൻ്റെ പണി തെറിക്കും, കൊണ്ടുപോയാ എൻ്റെ തല തെറിക്കും. ഞാനിപ്പോൾ എന്താ ചെയ്യാ? അതിന് ഞാനല്ലല്ലോ, നീയല്ലേ ഇവിടെ നിന്ന് വാശി പിടിക്കുന്നേ. നിന്റെ കാറ, മര്യാദയ്ക്ക് വന്ന കാറ്. അവന് നേരത്തും കാലത്തും വീട്ടിൽ പോകാനുള്ളതാ. വെറുതെ നിന്നെ ഡ്രോപ്പാക്കി ഇനി അവൻ ലേറ്റ് ആവണോ? ജെറി, നീ ഇനി മടിക്കണ്ട. ജോലി തെറിക്കുന്നതെന്ന് നീ പേടിക്കണ്ട. നീ പൊക്കോ. അവന്തിക, മര്യാദയ്ക്കൊന്നും അന്തി കയറ്. ഞാനിപ്പോ എന്താ ചെയ്യാ? നിന്നോടല്ലേ ചെറിയ പോവാൻ പറഞ്ഞേ. ഇനി നീ ഇവിടെ നിന്ന് തിത്തേ കളിച്ചോണ്ട് നിന്നാലേ നിന്റെ മുട്ടുകാലിട്ട് ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞല്ലോ, അവളെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. നീ പെട്ടെന്ന് ചെന്നാട്ടെ. എൻ്റെ ദൈവമേ, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു മാഡം. ഞാൻ എന്നാ പോവാ. താങ്ക് യു സാർ, താങ്ക് യു മാഡം. ജെറി, എന്തിനാടി നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? വന്ന് വണ്ടി കയറ്. എന്റെ പട്ടി വരെ നിന്റെ കൂടെ. നിന്റെ കൂടെ ഒരുമിച്ച് ഒരു കാറിൽ ഞാൻ വരില്ല. എനിക്കറിയാം എങ്ങനെ പോവാന്ന്. ഇവള് അവധിക, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാറ്. നീ വന്ന് വണ്ടി കയറിക്കേ. രാത്രിയാ, നീ ഈ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് എങ്ങോട്ട് പോവാന്നാ? മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറ്. ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ കൂടെ വരില്ലാന്ന്. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൂടെ ഞാൻ വരില്ല. ഓ ഇത് ദൈവമേ, ഇവിടുത്തെ എങ്ങോട്ടൊക്കെയാ പോകുന്നേ? അവധിക, നിക്കാൻ. അവധിക, നിക്കാനാ പറഞ്ഞ നിന്നോട്. നീ ഇത് എങ്ങോട്ടെന്ന് പറഞ്ഞ പോകുന്നേ? അവധിക, നിക്കാൻ. ഇടി, നിന്നോട് പറഞ്ഞ് നിക്കാൻ. തൊന്തയുടെ അതേ മോള് തന്നെ പറയുന്നല്ലോ അവള് കേക്കുന്നേ. സൂര്യ, വെറുതെ എന്റെ പിന്നാലെ വരരുത് നീ. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. എങ്ങോട്ട് പോയി ചത്താലും നിന്റെ കൂടെ ഞാൻ വരില്ല. നീ ഞാനൊന്ന് പറയുന്ന കേക്ക്. ഇത് എങ്ങോട്ടാ നീ പോന്നേ? എനിക്ക് നീ പറയുന്നൊന്നും കേക്കണ്ട. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ നീ പറയുന്നതിന് ഞാൻ കേക്കുന്നേ. സൂര്യ, 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 വെറുതെ തമാശ കളിക്കരുത്. നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കരുത്. നീ എവിടെയാ സൂര്യ? സൂര്യ, 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 ഞാൻ വരാം. നിന്റെ കൂടെ കാറി ഞാൻ വരാം. നീ നീ ഇങ്ങനെ പേടിപ്പിക്കാതെ. സൂര്യ, 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 നീ ഇതെങ്ങോട്ട് പോയതാ? നിനക്ക് എന്താ പറ്റിയ? മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട് നീ എന്തൊക്കെ കാണിക്കുന്നേ? ഞാൻ എന്ത് മാത്രം പേടിച്ചെന്നറിയാം. നീ ഒന്ന് സമാധാനപ്പെടും. ഞാൻ വെറുതെ സോറി. ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് എന്നോട് സമാധാനപ്പെടാനോ? നിനക്കിതൊക്കെ കുട്ടിക്കളിയാ. മനുഷ്യരുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത് നിനക്കൊരു തമാശയായിരിക്കും. ഒരു നിമിഷം നിന്നെ കാണാതായപ്പോ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാം. അത് നിനക്ക് പറഞ്ഞെങ്ങനെ മനസ്സിലാവാനാ? നിനക്ക് നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. നീ ഒന്ന് സമാധാനപ്പെടാം. സോറി, എന്റെ തെറ്റ് തന്നെയാ. നീ ഇങ്ങനെ പാനിക്കാവാതെ. എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ നിന്നെ ഞാൻ പേടിച്ചു പോയി. അപ്പോ നീ എന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് സ്ട്രേഞ്ച്. പോണവിടെ കെയർ
മണ്ണാൻ കാട്ട. നിനക്കിപ്പോഴും എല്ലാം തമാശയാ. ഇതുവരെ നിനക്ക് ബുദ്ധി വളർന്നിട്ടില്ല. എല്ലാത്തിനോടൊരു കുട്ടിത്തം. നീ എന്നാ ഇനി നന്നാവാ? അപ്പോ നീ എന്നെ കെയർ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ കാണിച്ച പ്രഹസനങ്ങളൊക്കെ എന്തിനാ? പിന്നെ നീ പറഞ്ഞത് ശരിയാ, എനിക്ക് തീരെ ബുദ്ധിയില്ല. അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. ഇതിനെപ്പറ്റി പറയുമ്പോ നീ എപ്പോഴും മൗനവ്രതമായിരിക്കുമല്ലോ. നീ ഒന്ന് എസ് പറഞ്ഞ തീരാവുന്നുള്ളതേ ഉള്ളൂ എല്ലാം. ഞാൻ നിന്റെ പപ്പയോട് സംസാരിക്കാം. നിന്നെ എനിക്ക് തരാൻ ഞാൻ നിന്റെ പപ്പയോട് പറയാം. അത് സൂര്യ, നീ വിചാരിക്കുന്ന പോലെ അല്ല. പപ്പ ഇതൊരിക്കലും സമ്മതിക്കില്ല. എന്റെ പപ്പയെ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാ പറയണേ, ഇതിനൊരിക്കലും പപ്പ സമ്മതിക്കില്ല. അപ്പൊ നിനക്ക് സമ്മതക്കുറവൊന്നുമല്ലേ? നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ സമ്മതമാണോ? അത് സൂര്യ, ഞാൻ എനിക്ക് നിന്നെ പത്ത് തല കൊണ്ട രാവണനാ ഉന്നെ രസിക്കണം തൂക്കി വന്നു. അവധിക, ഐ ആം സോറി. നിന്നോട് പെർമിഷൻ എടുക്കണമെന്നൊക്കെ എനിക്കുണ്ട്. നിനക്ക് എന്നെ വേണമെങ്കിൽ തരാം, എന്ത് വേണമെങ്കിലും പറയാം. ബട്ട് now I want to kiss you. I can control myself. Sorry. അത കാട്ടപ്പോ സൂര്യ, Kango